my dears, welcome to ACS online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാറ്റേൺസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ആ പാറ്റേൺസിലെ കുറച്ച് ഭാഗം കൂടി പഠിക്കാനുണ്ട്. എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായല്ലോ പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പേജ് നമ്പർ 79 എടുത്തോ എല്ലാവരും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കംപ്ലീറ്റ്. അവിടെയും പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ആ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ബോക്സിൽ കണ്ടോ, 2 ഡോട്ടുകളാണ് അല്ലെ, 2 റൗണ്ടുകളാണ് അല്ലെങ്കിൽ 2 സർക്കിളുകളാണ്, കുഞ്ഞു സർക്കിൾസ് ആണ്. രണ്ടാമത്തെ ബോക്സിലോ 2 എന്നുള്ളത് ഇരട്ടിയായി അല്ലെ, 4 ആയി. ഇനി മൂന്നാമത്തെ ബോക്സിലോ ആ 4 എന്നുള്ളത് എന്താണ്, 6 എണ്ണമായി അല്ലെ. ഫസ്റ്റ് ബോക്സിൽ 2 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ബോക്സിൽ 4 എണ്ണമായി. ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 4 ആയി അല്ലെ. ഇനി അടുത്ത ബോക്സിലോ 6 എണ്ണമായി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഓരോ ബോക്സുകളിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 2 റൗണ്ടുകൾ കൂടി വരികയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ബോക്സിൽ എത്ര എണ്ണം ആവണം, 8 എണ്ണം വേണം. ഓക്കെ, നമുക്ക് വരച്ചു കൊടുക്കാം. 1 2 3 4 5 6 7 8 കണ്ടോ, 8 ആയി. ഇപ്പൊ നമ്പേഴ്സ് എഴുതണമെന്ന് നിർബന്ധമില്ല, മിസ് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. അവിടെ ആ ഫിഗർ മാത്രം വരച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ ലാസ്റ്റ് ബോക്സിൽ 8 ഇല്ലേ, ഇനി അടുത്ത ബോക്സിൽ 2 എണ്ണം കൂട്ടി വരയ്ക്കാം. 10 ആക്കി വരയ്ക്കാം. 1 2 3 4 5 6 7 8 9 10 കണ്ടോ, 10 വരച്ചു കൊടുത്തു. ഇനി അതിന്റെ അടുത്ത ബോക്സിലോ എന്താണ്, അതിന്റെ അടുത്ത ബോക്സിൽ എന്ത് വരയ്ക്കണം, ഫസ്റ്റ് 4 എണ്ണം വരച്ചാൽ മതി. മുകളിൽ 4, താഴത്ത് 4, പിന്നെ 2 എണ്ണം. ഓക്കെ, 10 ആയി. മുകളിൽ 4 എണ്ണം, താഴത്ത് 4 എണ്ണം, പിന്നെ 2 എണ്ണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ വരച്ചു പോകാം. 10 ആയി. ഫസ്റ്റ് 2 ആയിരുന്നു, പിന്നെ 4, പിന്നെ 6, പിന്നെ 8, പിന്നെ 10 ആയി. ഇനി എത്ര എണ്ണം, ഇനി അടുത്ത ബോക്സിൽ എന്തായിരിക്കും, 12 ആയിരിക്കണം അല്ലെ. മുകളിൽ 4 എണ്ണം, ഓക്കെ, നടുക്ക് 4 എണ്ണം. അപ്പൊ 8 ആയില്ലേ. 9 10 11 12. ഓക്കെ, അപ്പോ 2 4 6 8 12 എന്താണ്, 10 12 അല്ലെ. 2 4 6 8 10 12. ഓക്കെ, അപ്പോ ആ ഒരു പാറ്റേൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അല്ലെ. 2 എണ്ണം വീതം കൂട്ടി നമ്മൾ വരച്ചു കൊടുത്ത് ബോക്സ് മുഴുവൻ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത പടം നോക്കിക്കേ, അടുത്ത പാറ്റേൺ നോക്കിക്കേ. ഫസ്റ്റ് ഇങ്ങനെയുള്ള ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പടത്തിൽ എന്താ സംഭവിച്ചത്, ആ ലൈൻ അവിടെ തന്നെ ഉണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരെണ്ണം വരച്ചു കൊടുത്തു അല്ലെ, ഒരു വി പോലെ വരച്ചു കൊടുത്തു. മൂന്നാമത്തെ ഫിഗർ നോക്കിക്കേ. ഈ പടം അവിടെ അതുപോലെ തന്നെയുണ്ട്. അതിന്റെ കൂടെ പിന്നെയും ഒരു വി ചേർത്ത് കൊടുത്തു. കണ്ടോ, അറ്റത്തായിട്ട് ഒരു വി ചേർത്ത് കൊടുത്തു. അപ്പൊ ഈ നാലാമത്തെ പടം എന്തായിരിക്കും, നമ്മൾ തൊട്ട് മൂന്നാമത്തെ പടം അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു വി ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഒരു വി ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ അടുത്ത പടം, അഞ്ചാമത്തെ ബോക്സിലെ പടം എങ്ങനെ വരയ്ക്കണം, ഈ നാലാമത്തേത് അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ടോ വി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അറ്റത്തെ വി ചേർത്ത് കൊടുത്തു. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. ഇനി ഏറ്റവും ലാസ്റ്റ് ബോക്സിൽ ആ പടം കൂടെ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവസാനം വരച്ചത് അതുപോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അവസാനം ഒരു വി വരച്ചു കൊടുക്കുക. ആണോ, അറ്റത്തായിട്ടൊരു വി കൂടെ വരച്ചു കൊടുത്തു. അപ്പൊ ആ പാറ്റേൺ കംപ്ലീറ്റ് ആയല്ലേ. ആദ്യം ഒരു ലൈനേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ രണ്ടാമതായിട്ട് ലൈനിന്റെ കൂടെ ഒരു വി ചേർത്ത് കൊടുത്തു. പിന്നെ മൂന്നാമതായിട്ടോ രണ്ടാമത് വരച്ച പടം വരച്ചിട്ട് എന്ത് ചെയ്തു, ഒരു വി അറ്റത്ത് ചേർത്ത് കൊടുത്തു. ഇനി നാലാമതായിട്ടോ മൂന്നാമത് വരച്ച പടം വരച്ചിട്ട് എന്ത് ചെയ്തു, ഒരു വി ചേർത്ത് കൊടുത്തു. അഞ്ചാമത്തെ ബോക്സിലോ നാലാമത്തെ പടം അഞ്ചാമത്തെ ബോക്സിൽ വരച്ചിട്ട് അവസാനം ഒരു വി ചേർത്ത് കൊടുത്തു. ഇനി ആറാമത്തെ ബോക്സിൽ എന്ത് ചെയ്യണം, അഞ്ചാമത്തെ പടം ആറാമത്തെ ബോക്സിൽ വരച്ചു കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യണം, ഒരു വി വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത പടം നോക്കാം. അടുത്ത ഫസ്റ്റ് ഒരു ഇൻറ്റു ആണ്, 3 ഇൻറ്റു ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ബോക്സ് അതായിരുന്നു. ഇനി അടുത്ത നോക്കിക്കേ, അതേ പടം അവിടെ ഉണ്ട്, പിന്നെ താഴത്ത് 3 എണ്ണം കൂടെ എക്സ്ട്രാ വന്നല്ലേ. 3 ആദ്യം ഫസ്റ്റ് ബോക്സിൽ 3 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയോ അടുത്ത ബോക്സിൽ എത്രയായി, അത് 6 ആയി അല്ലേ.
ഇനി മൂന്നാമത്തെ ബോക്സിൽ അപ്പൊ എന്താവണം? ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3 എണ്ണമാണ് അല്ലെ, 3 എണ്ണം കൂടുതൽ വന്നു, 3 ഇൻഡ്യൂസ് താഴെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തല്ലേ അല്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ത് കിട്ടി? 3 ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി 3 വ്യത്യാസം വെച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് കണ്ടോ, 6 എണ്ണം ഉള്ളത് വരച്ചു കൊടുത്തു. ഇനിയോ ഞാൻ ഇനി താഴത്ത് വീണ്ടും 3 എണ്ണം വരച്ചു കൊടുത്തു. ഓക്കെ, ഏറ്റവും താഴത്ത് ഒരു 3 എണ്ണം വരച്ചു കൊടുത്തു. ഇപ്പൊ ടോട്ടൽ ഇവിടെ 9 ആയി. ഇനി അടുത്തത് എന്ത് ചെയ്യാം? 9 ഉള്ള ഈ ഒരു പടം വരച്ചു കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഈ ഒരു പടം ഞാൻ ഇപ്പുറത്തെ ബോക്സിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്, നാലാമത്തെ ബോക്സിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? 3 എണ്ണം താഴത്ത് വരച്ചു കൊടുത്തു. അപ്പൊ അവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ടോട്ടൽ ഇവിടെ 12 ആയി. ഓക്കെ, ഇനി അടുത്ത ബോക്സിൽ എങ്ങനെയാണ്? ഈ ഒരു കംപ്ലീറ്റ് പടം ഞാൻ ഇപ്പുറത്ത് വരച്ചു കൊടുക്കുകയാണ്, അടുത്ത ബോക്സിൽ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 12 എണ്ണം ഉള്ള ഈ ഒരു കംപ്ലീറ്റ് ഫിഗർ ഞാൻ ഇപ്പുറത്തെ ബോക്സിൽ വരച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? 3 എണ്ണം താഴെ എക്സ്ട്രാ ആയിട്ട് വരച്ചു കൊടുത്തു. അപ്പൊ ടോട്ടൽ ഇവിടെ 15 ആയി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എത്രാമത്തെ ബോക്സ് ആണ് കംപ്ലീറ്റ് ആയത്? 5th ബോക്സ് പടം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഒരു ബോക്സ് കൂടെ മിച്ചമുണ്ട്. അപ്പൊ ഈ അവസാന 5th ബോക്സിലെ പടം വരച്ചു കൊടുക്കുക. ഈ 5th ബോക്സിലെ പടം അതുപോലെ തന്നെ 6th ബോക്സിൽ വരച്ചിട്ടുണ്ട്. ഇനി ആ 6th ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? താഴത്തെ ഒരു 3 ഇൻറ്റു വരച്ചു കൊടുക്കുക. അപ്പൊ ടോട്ടൽ 18 ആയി അല്ലേ? ഈ നമ്പേഴ്സ് എഴുതണം എന്നില്ല, മിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതിയതാട്ടോ. ഇത് ഈ രീതിയിലല്ലാതെ വേറെ രീതിയിലും ഈ പാറ്റേൺ സോൾവ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? ഫസ്റ്റ് 2 ബോക്സ് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ മിസ് കൺഫ്യൂഷൻ അടിപ്പിക്കുന്നില്ല, എന്നാലും ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഈ മൂന്നാമത്തെ ബോക്സ് തൊട്ടല്ലേ നമുക്കൊന്ന് ഫില്ല് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ബോക്സിൽ ഏറ്റവും താഴെ 4 എണ്ണം വീതം വരച്ചു കൊടുക്കാം. 5ാമത്തെ ബോക്സിൽ ഏറ്റവും താഴെ 5 എണ്ണം വരച്ചു കൊടുക്കാം. 6ാമത്തെ ബോക്സിൽ 6 എണ്ണം വരച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ വേണ്ട ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുമെന്ന്, കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല എന്ന് മിസ്സിന് തോന്നിയിട്ടാണ് മിസ് ഈ രീതിയിൽ തന്നെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. ഇതാകുമ്പോൾ എളുപ്പമല്ലേ? ഫസ്റ്റ് എന്താണ്? 3 നമ്പേഴ്സ് ആയിരുന്നു. പിന്നെ താഴത്തെ ബോക്സിൽ എന്തായി? 6 ആയി അല്ലെ? 3 എണ്ണം വരച്ചു കൊടുത്തു. അപ്പൊ അടുത്ത ബോക്സിൽ പിന്നെ നമ്മൾ ഏറ്റവും താഴെ 3 എണ്ണം വരയ്ക്കുമ്പോൾ അത് 9 ആവും. പിന്നെ അടുത്ത ബോക്സിൽ പിന്നെ ഈ 9 എണ്ണം വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ 3 എണ്ണം വരച്ചു കൊടുക്കുമ്പോൾ അത് 12 ആകും. പിന്നെ അതിൻ്റെ അടുത്ത ബോക്സിൽ ആ 12 എണ്ണം വരച്ചു കൊടുത്തിട്ട് 3 എണ്ണം കൂടെ എക്സ്ട്രാ അഡീഷണൽ താഴെ വരച്ചു കൊടുക്കുമ്പോൾ അത് 15 ആയി. അടുത്ത ബോക്സിൽ അതെന്താണ്? 18 ആകും. ഓക്കെ, 3 വീതമുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം അനുസരിച്ച് താഴെ ഇൻറ്റു വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ഒരു ഡോട്ടാണ് അല്ലേ? ഒരു ഡോട്ടാണ് ഫസ്റ്റ് ബോക്സിൽ. ഇനി അതിൻ്റെ അടുത്ത ബോക്സിലോ 4 ഡോട്ടാണ് അല്ലേ? ഓക്കെ, ഇവിടെ ഒരു നമ്പറെ മുകളിലുണ്ടാകുന്നുള്ളൂ. ഇവിടെ 2 നമ്പർ മുകളിൽ വന്നു, താഴത്തോട്ടും 2 നമ്പേഴ്സ് അല്ലേ? 1 2. ഇവിടെ മുകളിൽ താഴത്തോട്ട് നമ്പർ 1 2 അല്ലേ? അപ്പൊ അടുത്ത ലൈനിൽ എങ്ങനെയാണ്? 1 2 3, മുകളിൽ 3യും താഴത്തോട്ട് 1 2 3 അല്ലേ? താഴത്തോട്ട് എങ്ങനെ ആഡ് ചെയ്താലും 3 വരുന്നുണ്ട് അല്ലേ? 1 2 3 1 2 3 1 2 3. അപ്പൊ താഴത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും 3 കിട്ടുന്നുണ്ട്. മുകളിലോട്ട് ഇങ്ങനെ 1 2 3 1 2 3 1 2 3. അപ്പൊ നമ്മൾ നീളത്തിൽ ആഡ് ചെയ്യുമ്പോഴും താഴത്തോട്ട് ആഡ് ചെയ്യുമ്പോഴും 3 കിട്ടണം. അങ്ങനെയെങ്കിൽ അടുത്ത ബോക്സ് എന്തായിരിക്കണം? നമ്മൾ നീളത്തിൽ ആഡ് ചെയ്യുമ്പോഴും താഴത്തോട്ട് ആഡ് ചെയ്യുമ്പോഴും 4, അടുത്ത നമ്പറായ 4 കിട്ടണം അല്ലേ? അപ്പൊ നീളത്തിൽ ആഡ് ചെയ്യാം. 1 2 3 4. അപ്പൊ ഇങ്ങനെ 1 2 3 4 ആയി. ഓക്കെ, 1 2 3 4 1 2 3 4 1 2 3 4. ഇപ്പൊ നോക്കിക്കേ, ഇങ്ങനെ നീളത്തിൽ ആഡ് ചെയ്യുമ്പോഴും 4 എണ്ണം ഉണ്ട് അല്ലേ? 1 2 3 4. ഫസ്റ്റ് ലൈനിൽ 4 ഉണ്ട്. സെക്കൻഡ് ലൈനിലോ 1 2 3 4. സെക്കൻഡ് ലൈനിൽ 4 ആയി. തേർഡ് ലൈനിൽ 1 2 3 4. തേർഡ് ലൈനിലും 4 ആയി. നാലാമത്തെ ലൈനിലോ 1 2 3 4. അവിടെ 4 ആയി. അപ്പൊ നമ്മൾ നീളത്തിൽ ആഡ് ചെയ്യും, ഓരോ ലൈൻസ് ആഡ് ചെയ്യുമ്പോഴും 4 എണ്ണം തന്നെ കിട്ടി. നമുക്ക് ഇങ്ങനെ താഴത്തോട്ട് ആഡ് ചെയ്ത് നോക്കിയാലോ? 1 2 3 4. ഫസ്റ്റ് ആ ലൈൻ എന്തായി? 4 ആയി. സെക്കൻഡ് ലൈൻ നോക്കി 1 2 3 4.
അവിടെയും 4 ആണ്. 1 2 3 4 തേർഡ് ലൈനും 4 ആണ് താഴത്തോട്ട് എണ്ണിയപ്പോൾ. ഇനി 1 2 3 4 അവസാനത്തെ ലൈനും 4 കിട്ടും. അപ്പൊ നമ്മൾ നീളത്തിൽ ഓരോ ലൈൻസുകൾ ആഡ് ചെയ്ത് പോയാൽ താഴത്തോട്ട് ആഡ് ചെയ്ത് പോകുമ്പോഴും എന്താണ് 4 ആയല്ലേ. നമുക്ക് അടുത്തത് എന്ത് നമ്പറാണ്? 5 ആണ്. അപ്പോൾ നമ്മൾ നീളത്തിൽ എഴുതുമ്പോഴും 5 ആയിരിക്കണം, താഴത്തോട്ട് എഴുതുമ്പോഴും 5 ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് നീളത്തിൽ എഴുതാം. 1 2 3 4 5. ഓക്കെ, 1 2 3 4 5 5 ആയി. അടുത്ത ലൈൻ 1 2 3 4 5. രണ്ടാമത്തെ ലൈനിൽ നമ്മൾ 5 വരച്ചു കൊടുത്തു. ഇനി മൂന്നാമത്തെ ലൈനിലും 5 വരച്ചു കൊടുത്തു. നാലാമത്തെ ലൈനിലും 5 വരച്ചു കൊടുത്തു. അഞ്ചാമത്തെ ലൈനിലും 5 വരച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ നീളത്തിൽ എണ്ണുമ്പോഴും 5 തന്നെയാണ് ഓരോ ലൈൻസും. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. നീളത്തിൽ ഓരോ ലൈൻസ് എണ്ണുമ്പോഴും 5 എന്ന നമ്പർ കിട്ടി. താഴത്തോട്ട് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. ഓക്കെ, അപ്പൊ താഴത്തോട്ട് എണ്ണിയപ്പോഴും ഓരോ ലൈൻസുകൾ താഴത്തോട്ട് എണ്ണിയപ്പോഴും ഓരോ ലൈനുകൾ നീളത്തിൽ ഇങ്ങനെ എണ്ണിയപ്പോഴും എല്ലാം 5 എന്ന നമ്പർ തന്നെ കിട്ടും അല്ലേ. അങ്ങനെയെങ്കിൽ അടുത്തത് എന്താണ്? 6 ആയിരിക്കണം. 6 ആയിരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? തുടയ്ക്കുവാണേ. 6 ആകണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് ലൈനിൽ 1 2 3 4 5 6. സെക്കൻഡ് ലൈനിൽ 1 2 3 4 5 6. തേർഡ് ലൈൻ 1 2 3 4 5 6. Fourth line 1 2 3 4 5 6. Fifth line 1 2 3 4 5 6. 1 2 3 4 5 6. ഇവിടെ ഓരോ ലൈനുകൾ നീളത്തിൽ എണ്ണുമ്പോഴും 6 എന്ന നമ്പർ കിട്ടും. 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6. ഇവിടെയും 6 ഇവിടെയും 6 ഇവിടെയും 6. ടോട്ടലായിട്ട് ഇങ്ങനെ എണ്ണിയപ്പോഴെല്ലാം 6 ആണ് എനിക്ക് കിട്ടിയത്. താഴത്തൊക്കെ എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6. കണ്ടോ, അവിടെയും 6 എന്ന നമ്പർ കിട്ടിയല്ലേ. അപ്പൊ ആ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്ത പാറ്റേൺ നോക്കാം. ടെക്സ്റ്റിലുള്ള പോലെ അല്ലല്ലേ, ഈ പ്രാക്ടീസ് ബുക്കിലെ പാറ്റേൺസ് അല്പം പാടാണല്ലേ. ചിന്തിച്ച് ചെയ്താൽ മതി, തെറ്റിക്കരുത്. തെറ്റിക്കാനും എളുപ്പമാണ്, ചെയ്യാനും എളുപ്പമായിട്ടുള്ള ഒരു പോർഷനാണ് പാറ്റേൺസ് എന്നത്. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്ത നോക്കിയേ. കുറച്ച് റൗണ്ടിനകത്ത് ഇഞ്ചു മാർക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഫസ്റ്റ് ബോക്സ് അത് എത്ര എണ്ണം ഉണ്ട്? 6 ഉണ്ട്. രണ്ടാമത്തെ ബോക്സിലോ ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5. ഇത് 5 ആയി. തേർഡ് ബോക്സിലോ 4 എണ്ണമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അടുത്തത് എന്തായിരിക്കണം? അടുത്ത ഫിഗർ മിസ് വരയ്ക്കാം. അടുത്തത് എന്തായിരിക്കണം? 6 6 5 4 അല്ലെ. ഓരോ വിധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ബോക്സിൽ എത്ര എണ്ണം വരണം? 3 എണ്ണം വരണം. ഓക്കെ, അതിന്റെ അടുത്ത ബോക്സിൽ എത്ര എണ്ണം ആയിരിക്കണം? 2 എണ്ണം അല്ലേ. അതിന്റെ അടുത്ത ബോക്സിലോ ആകെപ്പാട് ഒരെണ്ണേ വരാൻ പാടുള്ളൂ അല്ലെ. ഫസ്റ്റ് ബോക്സിൽ 6 എണ്ണം ഉണ്ടായിരുന്നു, പിന്നത്തെ ബോക്സിൽ അത് 5 എണ്ണമായി, പിന്നത്തെ ബോക്സിൽ 4 എണ്ണമായി. അവിടെ വരെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യമാണ്. അപ്പൊ എന്താണ് പാറ്റേൺ? എങ്ങനെ പോകും? ഓരോന്ന് വിധം കുറഞ്ഞു പോവുക. അപ്പൊ അടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 4 എന്നുള്ളത് 3 ആവണം അല്ലെ. അടുത്ത ബോക്സിൽ 3 എണ്ണം വരച്ചു കൊടുത്താൽ മതി. അതിൻ്റെ അടുത്ത ബോക്സിൽ 2 എണ്ണം വരച്ചു കൊടുത്താൽ മതി. അതിൻ്റെ അടുത്ത ബോക്സിൽ 1 എണ്ണം വരച്ചു കൊടുത്താൽ മതി. ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ 3 ലൈൻസ് ഉണ്ട് അല്ലെ. താഴത്തോട്ട് 3 ലൈൻസ് ഉണ്ട്, നേരെ 3 ലൈൻസ് ഉണ്ട്. അതിന്റെ അടുത്ത ഫിഗർ നോക്കിക്കേ. താഴത്തോട്ട് 3 ലൈൻസ് ഉണ്ട്, നേരെ 2 ലൈൻസേ ഉള്ളൂ. ഒരു ലൈൻ അങ്ങ് കുറഞ്ഞു പോയി അല്ലേ. ഒരു ലൈൻ കുറഞ്ഞു പോയി. ഇനി അടുത്ത ബോക്സ് എന്തായിരിക്കണം? കുറഞ്ഞു പോയപ്പോൾ എന്തായി? നേരെ ഉള്ളത് ഒരെണ്ണം കുറച്ചു കൊടുത്തു അല്ലേ. ആദ്യം താഴത്തോട്ടും നേരെയും എന്താണ് 3 എണ്ണം വീതം ഉണ്ടായിരുന്നു. അടുത്ത ബോക്സിലായപ്പോ നേരെ ഉള്ളത് ഒരെണ്ണം കുറഞ്ഞു പോയി അല്ലേ. അപ്പോ അടുത്ത ബോക്സിലായപ്പോൾ എന്താണ്? ആ എണ്ണം കറക്റ്റ് ആകാൻ വേണ്ടി നേരെയുള്ളതും നേരെയുള്ളതും രണ്ട് തന്നെയാണ്. താഴത്തോട്ടുള്ളതിന്റെ ഒരെണ്ണം കുറഞ്ഞു പോയി അല്ലേ. ഇവിടെയും 2 എണ്ണം, ഇവിടെയും 2 എണ്ണം. ഓക്കെ, ആദ്യം ഇവിടെ 3 ഇവിടെ 3 ആയിരുന്നു. പിന്നെ ഇവിടെ താഴത്തോട്ടുള്ളത് 3, ഇവിടെ 2 ആയി. ഇപ്പം
അടുത്ത ബോക്സ് എന്താണ്? ഈ രണ്ടെണ്ണം തന്നെ ഇവിടെ നിൽപ്പുണ്ട്, പകരം ഇവിടെ ഒരെണ്ണം കുറഞ്ഞു കൊടുത്തു അല്ലേ. ഇനി അതിൻ്റെ അടുത്ത ബോക്സിൽ എന്തായിരിക്കണം? നേരത്തെ പോലെ ഇത് കുറഞ്ഞു കൊടുക്കണം, ഈ നേരെയുള്ള ലൈൻ കുറഞ്ഞു കൊടുക്കണം അല്ലേ. ഓക്കെ, കണ്ടോ? നേരെയുള്ള ലൈൻ ഒരെണ്ണമായി, താഴത്തോട്ടുള്ള ലൈൻ രണ്ടെണ്ണമായി. ഓക്കെ, അതിൻ്റെ അടുത്ത ബോക്സിൽ എന്തായിരിക്കണം വരേണ്ടത്? താഴത്തോട്ടുള്ള ലൈനിന്റെ ഒരെണ്ണം കുറച്ച് കൊടുക്കണം അല്ലേ. ഇവിടെ ഒരു നമ്പർ കൂടുതൽ അല്ലായിരുന്നോ? അപ്പൊ അത് 1 ആക്കണം അല്ലേ. ഇവിടെയും 1 ആയി, ഇവിടെയും 1 ആയി. ഏറ്റവും താഴത്തുള്ള അടുത്ത ബോക്സിൽ എന്തായിരിക്കണം? നേരെയുള്ളത് മാത്രം മാറി താഴത്തോട്ടുള്ള ഒരൊറ്റ ലൈൻ മാത്രമാണ്. മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ലൈൻസ് താഴത്തോട്ട്, 3 ലൈൻസ് നേരെ. സെക്കൻഡ് ബോക്സിൽ എന്താണ്? 3 ലൈൻസ് താഴത്തോട്ടുണ്ട്, നേരെയുള്ളതിൽ ഒരെണ്ണം കുറഞ്ഞു. തേർഡ് ബോക്സിൽ എങ്ങനെയാണ്? നേരെയുള്ളത് 2 എണ്ണം തന്നെയാണ്, പക്ഷേ എന്താണ്? താഴത്തോട്ടുള്ളതിൻ്റെ ഒരെണ്ണം കുറഞ്ഞു പോയി അല്ലേ. അപ്പൊ ആദ്യം നേരെയുള്ളത് ഡിലീറ്റ് ആയി, പിന്നെയോ താഴത്തോട്ടുള്ളത് ഡിലീറ്റ് ആയി. അടുത്ത ബോക്സിൽ താഴത്തോട്ടുള്ളത് ഡിലീറ്റ് ആയി. അപ്പൊ അതിൻ്റെ അടുത്ത ബോക്സിൽ എന്തായിരിക്കണം? നേരെയുള്ളത് ഡിലീറ്റ് ആവണം, ഒരെണ്ണം ഡിലീറ്റ് ആവണം, ഒരെണ്ണം മായ്ച്ചു കളണം. അപ്പൊ അതിന്റെ ബോക്സിൽ എന്താവണം? നേരെയുള്ളത് പോയി കഴിഞ്ഞപ്പോൾ എന്തായി? എന്താണ്? നേരെയുള്ളത് പോയി കഴിഞ്ഞപ്പോൾ എന്തായി? താഴത്തോട്ടുള്ളത് അങ്ങ് ഒരെണ്ണം പോയി. അപ്പൊ അതിന്റെ അടുത്ത ബോക്സിൽ എന്ത് വരണം? നേരെയുള്ളത് അങ്ങ് പോയി. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് ബോക്സ്. പിന്നെ ഇത് രണ്ടാമത്തെ ബോക്സ്, പിന്നെ 3, പിന്നെ ഇത് 4, പിന്നെ ഇത് 5, പിന്നെ ഇത് 6ാമത്തെ ബോക്സ്. ഓക്കെ, ഫസ്റ്റ് 3 എണ്ണം താഴത്തോട്ട്, 3 എണ്ണം നേരെയും, പിന്നെ 3 എണ്ണം താഴത്തോണ്ട്, നേരെയിലുള്ള ഒരെണ്ണം ഡിലീറ്റ് ആയി. അപ്പൊ താഴത്തുള്ളത് അടുത്ത ഫിഗറിൽ താഴത്തുള്ളത് ഒരെണ്ണം പോയി. അപ്പൊ അതിൻ്റെ അടുത്ത ഫിഗറിൽ നേരെയുള്ളത് ഒരെണ്ണം ഡിലീറ്റ് ആയി. അപ്പൊ അതിൻ്റെ അടുത്ത ഫിഗറിൽ താഴത്തോട്ടുള്ളത് ഒരെണ്ണം പോയി. അപ്പൊ അതിൻ്റെ അടുത്ത ഫിഗറിൽ നേരെയുള്ള ലൈനൊക്കെ ഡിലീറ്റ് ആയി. ഓക്കെ, ആ പാറ്റേൺ മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യും. ഇനി അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്പർ പാറ്റേൺസ് ആണ്. അപ്പൊ നമ്പേഴ്സ് അറിയാമെങ്കിൽ എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കും. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഓക്കെ, 10, 12, 14. അവിടെ എന്താണ്? 2 നമ്പേഴ്സ് വീതം കൂടി കൂടി വരുന്ന സീരീസ് ആണ് അല്ലെ, അല്ലെങ്കിൽ പാറ്റേൺ ആണ്. അപ്പൊ അതവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. 10 കഴിഞ്ഞാൽ 12, പിന്നെ 14, പിന്നെ എന്താവും? 15 ഇല്ല, 16, പിന്നെയോ 18, പിന്നെ 20, 22, 24. ഓക്കെ, ഇനി അതിന്റെ അടുത്ത പാറ്റേൺ നോക്കിക്കേ. 5, 10, 15. എന്താണ്? 5 നമ്പേഴ്സ് കൂടി കൂടി വരികയാണ് അല്ലെ. 5 കഴിഞ്ഞാൽ പിന്നെ 10 ആണ്, 10 കഴിഞ്ഞാൽ 15 ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? 20, 25, 30, 35, 40. ഓക്കെ, അടുത്ത പാറ്റേൺ നോക്കിക്കേ. 11, 13, 15. ഓരോ നമ്പേഴ്സ് ഇടവിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ 11 കഴിഞ്ഞാൽ 12 ഇല്ല, 13 ആണ്, 13 കഴിഞ്ഞാൽ 14 ഇല്ല, 15 ആണ്, 15 കഴിഞ്ഞാൽ 16 ഇല്ല, 17, 17 കഴിഞ്ഞാൽ 18 ഇല്ല, 19, 19 കഴിഞ്ഞാൽ പിന്നെ 20 ഇല്ല, 21. പിന്നെ അടുത്ത നമ്പർ എന്തായിരിക്കണം? 21 കഴിഞ്ഞാൽ 22 ഇല്ല, 23, പിന്നെയോ 23 കഴിഞ്ഞാൽ 24 ഇല്ല, 25. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3, 6, 9. 3 എണ്ണം ഇത് ഇൻക്രീസ് ചെയ്ത് പോവാം. അപ്പൊ 9 + 3 എന്തായിരിക്കണം? അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ 9 + 3 ചെയ്യുക. ഓക്കെ, 3 കഴിഞ്ഞാൽ പിന്നെ 4, 5, 6. ഓക്കെ, 3 എണ്ണം ഇത് കൂടി പോകുന്ന സീരീസ് ആണ്. 6 കഴിഞ്ഞാലോ 7, 8, 9 അല്ലെ, 3ാമത്തെ നമ്പറാണ്. ഇനി അത് 9 കഴിഞ്ഞാലോ 10, 11, 12 അല്ലെ, 12 ആണ്. പിന്നെയോ 13, 14, 15 ആയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ 18, പിന്നെ 21, പിന്നെ എന്താണ്? പിന്നെ 24 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തിരുത്തുക, 24 ആണ്, 21 അല്ല, 24 ആണ്. അപ്പൊ ആ സീരീസ് മിസ് ഒന്നുകൂടെ വായിക്കാം. 3, 6, 9, 12, 15, 18, 21, 24 ആക്കുക. അവസാനത്തത് 24 ആക്കുക. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. 50, 45, 40. 5 വീതം കുറഞ്ഞു വരികയാണ് അല്ലെ. 50ൽ നിന്ന് 5 വീതം കുറഞ്ഞു വരികയാണ്. 50 കഴിഞ്ഞാൽ പിന്നെ 5 കുറയുമ്പോൾ 45, പിന്നെ 40, പിന്നെ 35, 30, 25, 20, പിന്നെയോ 15. കംപ്ലീറ്റ് ചെയ്യുക. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. 20, 18, 16 ഒക്കെയാണ്. ഇപ്പൊ 20ൽ നിന്ന് 2 നമ്പേഴ്സ് വീതം കുറഞ്ഞു വരികയാണ്. 20ൽ നിന്ന് 2 നമ്പർ കുറഞ്ഞാലോ 19 ഇല്ല, 18, പിന്നെ അത് കഴിഞ്ഞാലോ 17 ഇല്ല, 16, അപ്പൊ അത് കഴിഞ്ഞാൽ 15 ഇല്ല, 14, അത് കഴിഞ്ഞാലോ 12, 10, 8, 6.
ഓക്കെ, എഴുതുക. 21, 19 അവിടെയും 2 നമ്പേഴ്സ് വീതം കുറയാണ്. 21 കഴിഞ്ഞാൽ 20 ഇല്ല, 19 ഉണ്ട്. പിന്നെ 18 ഇല്ല, 17. പിന്നെ 15, 13, 11, 9, 7. അടുത്ത ക്വസ്റ്റ്യൻ 33 കഴിഞ്ഞാൽ 30 3 നമ്പേഴ്സ് 33യിൽ നിന്ന് 3 നമ്പർ കുറച്ച് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 30യിൽ നിന്ന് അടുത്ത 3 നമ്പർ കുറച്ച് എഴുതാം. 33, 30, അടുത്തത് എന്തായിരിക്കണം? 27, 24, 21, 18, 15, 12. ഓക്കെ, മിസ് പറയുന്ന ആൻസേഴ്സ് കോപ്പി അടിച്ച് എഴുതാൻ നിൽക്കാതെ സ്വന്തമായി തന്നെ വർക്ക് ചെയ്ത് വേണം ഈ പ്രാക്ടീസ് ബുക്കിൽ ഈ സീരീസ് നമ്പർ പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പാറ്റേൺസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ പഠിക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. ഹോംവർക്കുകൾ മിസ്സിന് അയച്ചു തരണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.